ICMRL എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന മിന്നൽ പരിശോധനകൾക്കും നീക്കങ്ങൾക്കും എതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. കേസിന്റെ മറവിൽ CPMനെ കടന്നാക്രമിക്കാനും അണികളിലും പൊതുജനങ്ങളിലും പുകമറ സൃഷ്ടിച്ച് പാർട്ടി വിരുദ്ധ മനോഭാവം ഉണ്ടാക്കാനുമാണ് കേന്ദ്ര ഏജൻസി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. പാർട്ടിക്കെതിരായ എന്തെങ്കിലും കിട്ടുമോ എന്നാണ് മാധ്യമങ്ങളൊക്കെ നോക്കുന്നത്. മാധ്യമ തണലിലല്ല CPMന്റെ വളർച്ച. മാധ്യമങ്ങൾ മൂലധന ശക്തികൾക്ക് കീഴടങ്ങി. CPMനെ ഭയപ്പെടുത്തി നിർത്താമെന്ന് EDയും മാധ്യമങ്ങളും കരുതേണ്ട. ഇതൊക്കെ കടന്നു വന്നതാണ് ഈ പാർട്ടി. ചിദംബരമാണ് EDക്ക് PMLA വകുപ്പ് കൂടെ കൈകാര്യം ചെയ്യാൻ അവസരം നൽകിയത്. ഇതോടെയാണ് ED ഇങ്ങനെയായതും. പിന്നീട് ചിദംബരം തന്നെ EDയുടെ കസ്റ്റഡിയിലായി. EDയെ രാഷ്ട്രീയ ഉപയോഗത്തിന് വേണ്ടിയാണ് ഈ അധികാരം നൽകിയത്. പിന്നീട് ചിദംബരത്തിന് തന്നെ തിരുത്തേണ്ടി വന്നു. ED അന്വേഷണം നടത്തുകയല്ല, ആദ്യം തന്നെ രാഷ്ട്രീയ ലക്ഷ്യം വയ്ക്കുന്നു, പിന്നീടാണ് അന്വേഷണം. BJPക്കാർക്കെതിരെ കേസില്ല. 95% കേസുകളും പ്രതിപക്ഷത്തിന് എതിരെ. BJPക്കാർ കള്ളപ്പണം ഇല്ലാത്തവർ എന്നാണോ PC ജോർജ് തുറന്നു പറഞ്ഞത് കേട്ടില്ലേ? അതിലെന്താണ് കേസെടുക്കാത്തത്? ഈ 4.5 കോടി കള്ളപ്പണമല്ലേ? കേരളത്തിൽ BJP ചെലവഴിച്ചത് കള്ളപ്പണം അല്ലേ? BJP ഓഫീസിൽ ചാക്കിൽ കെട്ടി പണം കൊണ്ടുവന്ന് തിരൂർ സതീശൻ പറഞ്ഞില്ലേ? ED കേസെടുത്തോ? അതേ ഓഫീസിൽ ഇപ്രാവശ്യം 25 കോടിയാണ് ഇടപാട് നടന്നത്. എന്തേ തിരൂർ സതീശനെ ചോദ്യം ചെയ്യാത്തത്? 3.5 കോടി കുഴൽപ്പണം പിടിച്ച കൊടകര കേസിൽ ED അന്വേഷിച്ചില്ല. കോടതി പറഞ്ഞിട്ട് പോലും അന്വേഷിച്ചില്ല. ഇതാണ് EDയുടെ രാഷ്ട്രീയം. 12 വർഷത്തിനിടെ 5900 കേസ് ED എടുത്തു. 7450 റെയ്ഡ് നടന്നു. കുറ്റപത്രം നൽകിയത് 9%-ൽ താഴെ. ശിക്ഷിച്ചത് 25 കേസിൽ മാത്രം. ശിക്ഷ 0.25% മാത്രം. പ്രതിപക്ഷത്തിരിക്കുന്നവരെ കേസിൽ കൊടുക്കുക. BJPയിൽ ചേർന്നാൽ കേസ് തള്ളുക. ആസാം മുഖ്യമന്ത്രി, ബംഗാൾ മുഖ്യമന്ത്രി ഇങ്ങനെ കേസ് ഒഴിവാക്കിയ ആളുകളാണ്. അതേസമയം ലാവ്ലിൻ കേസ് എന്ത് നടന്നു? അങ്ങനെ ഒരു കേസ് തന്നെയില്ല. നാണക്കേടായതുകൊണ്ടാണ് ലാവ്ലിൻ കേസ് എടുക്കാത്തത്. ലാവ്ലിൻ കേസിൽ CPM BJP ധാരണ എന്നാണ് ആരോപിക്കുന്നത്. കേസ് കോടതിയിലെടുക്കാൻ അന്വേഷണ സംഘത്തിനാണ് പേടി. കരുവന്നൂർ കേസിൽ കൃത്രിമം നടത്തിയവരെ പാർട്ടി സംരക്ഷിച്ചിട്ടില്ല. ഇവിടെയും ED വന്നു, ഒന്നും നടന്നില്ല. ആ ബാങ്ക് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ED പ്രതികളെ രക്ഷപ്പെടുത്തി. പാർട്ടി നേതാക്കളെ കുടുക്കാനാണ് ശ്രമിച്ചത്. ക്രൈംബ്രാഞ്ച് പ്രതികളാക്കിയവരെ രക്ഷപ്പെടുത്തി. കരുവന്നൂർ ഉപയോഗിച്ച് ED കളിച്ച തൃശ്ശൂരിലാണ് CPMന് ഏറെ മുന്നേറ്റമുണ്ടാക്കാനായത്. CPMനെ തകർത്ത് BJPയിലേക്ക് ആളെ കൂട്ടാനാണ് ED കളിക്കുന്നത്. അതാണ് നേതാക്കളെ ലക്ഷ്യം വെക്കുന്നത്. അതിന് CPM വഴങ്ങില്ല. ബംഗാളിലും ആസാമിലും നടന്നത് കേരളത്തിൽ നടക്കും എന്ന് കരുതേണ്ട. ഏതെങ്കിലും കടലാസ് തെളിവല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ആദിത്യ ബിർള കേസിലെ പ്രതിയാണ് മോദി. ആ കേസിലാണ് ആരെങ്കിലും എഴുതിയത് തെളിവാക്കരുത് എന്ന് കോടതി പറഞ്ഞത്. ഗോവിന്ദൻ പറഞ്ഞു.